സാമൂഹ്യവിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടി ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജാക്കാട് കൊച്ചുമുല്ലക്കാനത്ത് ചൂഴിക്കരയിൽ രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഓട്ടോറിക്ഷയ്ക്ക് തീയിടുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. SP-യും മുഖ്യമന്ത്രിയും അടക്കം രാജേഷ് ഇനി പരാതി നൽകാനും ഒരിടവും ബാക്കിയില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നീതി തേടി അലയുകയാണ് മുല്ലക്കാനത്തെ ചൂഴിക്കരയിൽ രാജേഷ് എന്ന ഓട്ടോ തൊഴിലാളി. കടം വാങ്ങിയും CC-ഇട്ടും എടുത്ത 3 ഓട്ടോറിക്ഷകളാണ് സാമൂഹ്യ വിരുദ്ധർ ഒന്നിനു പിറകെ ഒന്നായി അഗ്നിക്കിരയാക്കിയത്. ഓരോ തവണയും പരാതി നൽകും, പോലീസ് അന്വേഷണം നടത്തും, എങ്ങും എത്താതെ അവസാനിപ്പിക്കും. ആദ്യ ഓട്ടോ കത്തിച്ചപ്പോൾ പോലീസ് നിർബന്ധിച്ച പരാതി പിൻവലിച്ചു. പിന്നീടും ആവർത്തിച്ചതോടെ ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി. ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ധരിച്ച് കുടചൂടിയെത്തിയയാൾ ഓട്ടോ തീയിട്ട് നശിപ്പിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പോലീസ് കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് രാജേഷിന്റെ ആരോപണം. പിന്നിൽ രാഷ്ട്രീയ ഇടപെടലും പണത്തിന്റെ സ്വാധീനവും ഉള്ളതായി സംശയിക്കുന്നുവെന്നും രാജേഷ് പറയുന്നു. എൻ്റെ വാഹനം 3 തവണയായി കത്തിപ്പോയിട്ടുണ്ട്. ആരോ തീ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. 3 തവണയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണം നിലവിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 17-ാം തീയതി ഡിസംബർ 17-ന് രാത്രി 1:30 എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിക്കുകയും അത് CCTV-യിൽ പതിയും ചെയ്തിട്ടുള്ളതാണ്. ആ CCTV ഫുട്ടേജ് വരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും ആ തെളിവുകളൊന്നും മതിയായ തെളിവുകളല്ല എന്നും പറഞ്ഞ് അന്വേഷണം ഇങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആദ്യം ഒരാഴ്ചയെ കൊണ്ടൊക്കെ നല്ല രീതിക്ക് അന്വേഷണം മുമ്പോട്ട് പോയാണ്. പിന്നെ ഏതോ ഞാൻ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന ആളുകളിൽ നിന്ന് രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ കൈപ്പറ്റിക്കൊണ്ട് അവർ അന്വേഷണം അട്ടിമറിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയാൽ തിരിച്ചുപോയെന്ന് കരുതുന്ന ബൈക്കിനെ സംബന്ധിച്ചും സൂചനകളുണ്ടെന്നാണ് രാജേഷ് പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTV-കൾ പരിശോധിക്കുന്നതിനോ വാഹനം കണ്ടെത്തുന്നതിനോ പോലീസ് ഒരുവിധ നടപടിയും സ്വീകരിച്ചില്ല. എന്നിട്ടും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്ന രാജാക്കാട് പോലീസ് SP-ക്ക് റിപ്പോർട്ട് നൽകി. ഏക വരുമാനം നിലച്ചതോടെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ദുരിതത്തിലാണ് രാജേഷും കുടുംബവും. എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. ഞാൻ ഈ ഓട്ടോറിക്ഷ പിടിച്ചിട്ടുണ്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും എനിക്കൊക്കെ മരുന്ന് മേടിക്കാനും ഒക്കെയുള്ള സാമ്പത്തികം പോലും ഇല്ലാത്ത വളരെ കഷ്ടപ്പാടിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനം തിരിച്ചു കിട്ടുന്നതിനായി സ്റ്റേഷനെ സമീപിച്ചപ്പോൾ അതുപോലും തിരിച്ചു തരുന്ന ഒരു നടപടി പോലും സ്റ്റേഷനിൽ നിന്ന് കൈക്കൊണ്ടിട്ടില്ല. എന്നെ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. എത്രയും വേഗം ഈ പ്രതിയെ കണ്ടെത്തി എനിക്ക് ഉചിതമായ സഹായം നൽകണമെന്നാണ് എൻ്റെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ആളുകളെ പോലും ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാജേഷ്. സിറ്റി വിഷൻ, രാജാക്കാട്.